യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൊന്നായ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ. ഊട്ടി ടോയ് ട്രെയിൻ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ. ഊട്ടിയിലുള്ള ചില കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. വിനോദസഞ്ചാരികൾ കൂടുതലായിട്ടും യാത്ര ചെയ്യുന്നത് ഊട്ടിയിൽ നിന്ന് കൂനൂരേക്കാണ്. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് കൂനൂര് വരുന്നതിനേക്കാളും മനോഹരമായ നല്ല നല്ല കാഴ്ചകളുണ്ട്. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ ട്രെയിനിൻ്റെ എൻജിൻ മാറ്റിവെക്കുന്നതാണ് ആദ്യം കണ്ടത്. ടിക്കറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കും അതേപോലെ കൂനൂരേക്കും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. മിക്ക യാത്രക്കാരും പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരുപാട് എണ്ണം കുറച്ച് പേർക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 10ഓളം ടിക്കറ്റുകൾ ക്യൂ നിൽക്കുന്നവർക്ക് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കൊടുക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ടിക്കറ്റ് പോലും കൗണ്ടറിൽ നിന്ന് ലഭിക്കുകയില്ല. വിനോദസഞ്ചാരികളാണ് കൂടുതലും ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ടിക്കറ്റ് ഓൺലൈനിൽ നിന്നും ബുക്ക് ചെയ്തിട്ടാണ് കൂടുതൽ പേരും ഇവിടെ എത്തുന്നത്. അങ്ങനെ സാധിക്കാത്തവർക്കാണ് 10ഓളം ടിക്കറ്റുകൾ ടിക്കറ്റിൻ്റെ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ 8 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു 7 മണിക്കെങ്കിലും ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി സാധ്യത കൂടുതലുള്ളൂ. അല്ലെങ്കിൽ ടിക്കറ്റ് ലഭിക്കുകയില്ല. ഇപ്പോൾ ട്രെയിന് കൂനൂർ സൈഡേക്കാണ് യാത്ര പോകുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ സ്ഥലമാണ് ഈ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് കൂനൂരേക്ക് ഇതിലേക്കുള്ള ട്രെയിൻ യാത്ര. ഈ മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്ക് ട്രാക്ക് സിസ്റ്റം ഉപയോഗിച്ചാണ് ട്രെയിൻ വലിഞ്ഞു കയറുന്നത് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും സ്ലോവസ്റ്റ് ട്രെയിൻ കൂടിയാണിത്. തീവണ്ടി ഇത്ര പതുക്കെ പോകുന്ന മറ്റൊരു റൂട്ടും ഇല്ല. 46 കിലോമീറ്റർ സഞ്ചരിക്കാനാണ് ഈ തീവണ്ടി 5 മണിക്കൂറോളം സമയമെടുക്കുന്നത്. 1908 ഈ തീവണ്ടി പാത ഓടിത്തുടങ്ങിയതിനു ശേഷം മേട്ടുപ്പാളയത്തിൽ നിന്ന് വരുമ്പോൾ കൂനൂരാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. 1908 ഫേൺഹിൽ വരെ ഈ പാത നീട്ടി. 1908 ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് ഈ തീവണ്ടിപ്പാത ഉദകമണ്ഡലം വരെ നീട്ടിയത്. ഫേൺഹിൽ എന്ന സ്റ്റേഷൻ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ സ്റ്റേഷൻ അടച്ചു. ഒരുപാട് ചിത്രങ്ങളിൽ ഈ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ കാണാൻ സാധിക്കും. അത്രയും മനോഹരമായ നല്ല വീഥികളിലൂടെയാണ് ഈ ട്രെയിനിൻ്റെ യാത്ര. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ ധാരാളം തമിഴ് സിനിമകളിലും അതേപോലെ മലയാളം സിനിമകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് ഊട്ടി. ഊട്ടിയിലെത്തിയിട്ടുള്ള ഒട്ടുമിക്ക സഞ്ചാരികളും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരും ഈ റെയിൽവേ സഞ്ചാരികളായിരിക്കും. കൂടുതൽ പേരും ഈ റെയിൽവേ കണ്ട് ആസ്വദിച്ചവരായിരിക്കും. കൂടുതൽ പേരും ഈ റെയിൽവേ ലൈനിൽ അല്ലെങ്കിൽ ഈ ട്രെയിനിൽ എങ്ങനെ കയറണം, എങ്ങനെ ഇവിടെ വരാം എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. ഞങ്ങളും ഇത് തന്നെ പറയുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ഈ ട്രെയിനിലൂടെ ഈ മേട്ടുപ്പാളയം ഉദകമണ്ഡലം റൂട്ടിലോടുന്ന ഈ മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഈ ട്രെയിനിലൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഊട്ടിയിലേക്ക് വരണം. ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്ന നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് ഈ ട്രെയിൻ യാത്രയിലൂടെ നിങ്ങൾക്ക് കിട്ടും, അതുറപ്പാണ്. മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്കുള്ള ട്രെയിൻ യാത്രകളിൽ നിങ്ങൾ 16 ടണലുകളാണ് കാണുന്നത്. അതോടൊപ്പം 280 പാലങ്ങളും നിങ്ങൾ ക്രോസ് ചെയ്യും. 208 വളവുകളാണ് ഈ തീവണ്ടി തിരിഞ്ഞു പോകുന്നത്. ടണലുകളും അതേപോലെ പാലങ്ങളും കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തുമ്പോൾ ചില വാലികളുടെ കാഴ്ച വളരെ മനോഹരമാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും പ്രകൃതി സൗന്ദര്യമാണ്.
പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അത്രയും ഭംഗിയുള്ള ഒരു യാത്രയാണ്. എത്ര മനോഹരമാണല്ലേ. പഴയ കാലത്തിൻ്റെ പ്രൗഢിയും അതേപോലെ തനിമയും അതേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ പാലങ്ങളും ടണലുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 2005 യുനെസ്കോ നീലഗിരി മൗണ്ടൻ റെയിൽവേയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കുന്നത്. പലപ്പോഴും ഈ റൂട്ടിൽ സഞ്ചരിക്കാൻ ടിക്കറ്റ് കിട്ടില്ല ഒരുപാട് പേർ പരാതി പറയുന്നുണ്ട്. ഓൺലൈനിൽ ഇക്സിഗോ എന്ന സൈറ്റിലൂടെ തൽക്കാല ടിക്കറ്റ് എങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാവരും ഫോട്ടോസ് എടുക്കുകയും വീഡിയോ എടുക്കുകയും അതിൻ്റെ തിരക്കിലാണ്. തല പുറത്തേക്കിട്ടും കൈ പുറത്തേക്കിട്ടുമാണ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒന്നും നമ്മളെയൊന്നും വഴക്ക് പറയാറില്ല. ഈ തീവണ്ടിയിൽ ഒട്ടുമിക്ക ആളുകളും വിനോദസഞ്ചാരികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും ആകാംക്ഷ കൊണ്ടും അവർ പല പല കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ അവർ വീഡിയോ എടുക്കുന്നു എന്നതാണ് ഉദ്യോഗസ്ഥന്മാരും മറ്റു കരുതുന്നത് കൊണ്ടാവാം എല്ലാവരും ഹാപ്പിയിൽ യാത്ര ചെയ്തു പോകുന്നത്. നമ്മളിപ്പോൾ ലൗഡയിൽ എന്ന സ്റ്റേഷൻ കഴിഞ്ഞു. കാണാൻ നല്ല മനോഹരമായ നല്ല കാഴ്ചകളാണ് പുറത്ത് നോക്കുമ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഊട്ടിയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഈ ഒരു ട്രെയിനിലൂടെയുള്ള യാത്ര ആസ്വദിക്കണം. ജീവിതകാലം മുഴുവനും ഓർമ്മിക്കാൻ പറ്റുന്ന അത്രയും രസകരമായ കാഴ്ചകളാണ് ഈ ഊട്ടി മേട്ടുപ്പാളയം ട്രെയിനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒക്കെയാണ് ഊട്ടി കണ്ടിട്ട് ആൾക്കാർ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്ത് കാണാൻ മാത്രമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഊട്ടിയിൽ. വരുന്നവർക്ക് തീർച്ചയായും ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കുള്ള ഈ ഒരു കാഴ്ച കാണണം. നമ്മൾ കൂനൂർ വരെയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. കൂനൂരിൽ നിന്ന് തിരിച്ചും ട്രെയിൻ സർവീസ് ഉണ്ട്. കൂനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മൾ 2ാം തവണയാണ് യാത്ര ചെയ്യുന്നത്. ഇതിനു മുന്നേയും ഊട്ടിയിൽ നിന്ന് കൂനൂരേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് റെയിൽവേ സ്റ്റേഷന് ഡയറക്റ്റ് പോയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. X37390 എന്ന ലോക്കോമോട്ടീവിൻ്റെ ചരിത്രമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഈ സ്റ്റീം എൻജിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1915 സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഈ ലോക്കോമോട്ടീവ് 1998 വരെ ഊട്ടി മേട്ടുപ്പാളയം റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ട്രെയിൻ കൃത്യം 10:35 കൂനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഊട്ടിയിലേക്ക് പുഷ് ചെയ്താണ് പിന്നീട് ട്രെയിനിൻ്റെ എൻജിൻ പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1700 മീറ്റർ ഉയരത്തിലാണ് കൂനൂർ ഇരിക്കുന്നത്. അവിടെ നിന്നും ഈ എൻജിൻ തള്ളി 2200 മീറ്റർ ഉയരത്തിലേക്ക് ഊട്ടിയിലേക്ക് ഈ വണ്ടി തള്ളിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. 1908 ഈ റൂട്ടിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിക്കൊണ്ടിരുന്നത്. 110 വർഷത്തിലധികം പ്രായമുണ്ട് ഈ തീവണ്ടി
പാതയ്ക്ക്. ഒരുപാട് ചരിത്രവും കഥയും പറയാനുള്ള ഒരു തീവണ്ടിപ്പാതയാണ്. 1908 ബ്രിട്ടീഷുകാർ വേനൽക്കാലത്തിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഊട്ടിയിലേക്ക് ഇങ്ങനെയൊരു റെയിൽവേ പാത നിർമ്മിച്ചത്. അന്ന് മുതൽ 326 മീറ്റർ ഉയരത്തിൽ ചെയ്യുന്ന മേട്ടുപ്പാളയത്തിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഊട്ടിയിലേക്ക് ട്രെയിനുകൾ ഓടുകയാണ്. മേട്ടുപ്പാളയത്തിൽ നിന്നും രാവിലെ 7:15 ഊട്ടിയിലേക്കുള്ള ട്രെയിൻ. 11 മണിയാകുമ്പോഴേക്കും ആ ട്രെയിൻ ഊട്ടിയിലെത്തും. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ഒരിക്കലും നഷ്ടമാവില്ല. കഴിവതും ഊട്ടിയിൽ യാത്ര ചെയ്യാൻ വരുന്നവർ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കും യാത്ര ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പല വീഡിയോകളും കണ്ടപ്പോൾ മനസ്സിലായത് ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്ക് വരുന്നതിനേക്കാളും മനോഹരമാണ് ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോകുന്നത്. അതിനേക്കാളും മനോഹരമായി തോന്നിയത് മേട്ടുപ്പാളയത്തിൽ നിന്നും ആ റൂട്ടിൽ സഞ്ചരിക്കാൻ വേണ്ടി പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മേട്ടുപ്പാളയത്തിൽ നിന്നും കൂനൂർ വരെ യാത്ര ചെയ്യുന്ന ട്രെയിനിന് സ്റ്റീം എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. കൂനൂരിൽ നിന്നും ഊട്ടി വരെ ഡീസൽ എഞ്ചിനും. ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു റാക്ക് റെയിൽവേ സിസ്റ്റമാണിത്. നമ്മളങ്ങനെ കൂനൂരിൽ നിന്നും മടങ്ങി തിരിച്ച് ഊട്ടിയിലേക്ക് പോവുകയാണ്. ഉദകമണ്ഡലം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമുക്ക് നല്ല ഊട്ടിയിലെ നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം. ഊട്ടിയിലെ നെക്സ്റ്റ് കാഴ്ചകളുമായി അടുത്ത് തന്നെ വീഡിയോ ഇടുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഊട്ടിയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ പോകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോവുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. നല്ല ഊട്ടിയിലെ ലൊക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.